ആദിവ്യാധികൾ പാടിയകറ്റാൻ വേടനെത്തി. പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായ ഒരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം. പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം, അന്നൂർ, പയ്യന്നൂർ. കള്ളക്കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ പാടിയകറ്റാൻ വടക്കൻ മണ്ണിൽ വീണ്ടും വേടനെത്തി. മലയ സമുദായക്കാരിലെ കൊച്ചുകുട്ടികളാണ് ഈ കുഞ്ഞിത്തെയ്യം കെട്ടുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പല പ്രദേശങ്ങളിലും കർക്കിടക മാസത്തിൽ ഈ കുഞ്ഞിത്തെയ്യം വീടുകൾ തോറും എത്താറുണ്ട്. പരിസരത്തെ ചില പ്രദേശങ്ങളിൽ കർക്കിടകം 16-ന് മുന്നേ തന്നെ പുറപ്പെടാറുണ്ടെങ്കിലും പയ്യന്നൂർ, അന്നൂർ ഭാഗങ്ങളിൽ കർക്കിടകം 16-നാണ് വേടൻ പുറപ്പെടാറുള്ളത്. പ്രശസ്ത തെയ്യം കോലധാരി അന്നൂരിലെ മധു പണിക്കരാണ് ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് കർക്കിടകം 16. അപ്പോൾ നമ്മളിന്ന് 2 തെയ്യത്തിനെ കീച്ചിട്ടാണ് കർക്കിടകത്തിലെ തെയ്യം പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും 2 സ്ഥലങ്ങളിൽ മൂപ്പ് കഴിക്കാനുണ്ട് നമ്മൾക്ക്. അപ്പോൾ അതിനുശേഷം ഈ 2 തറവാടുകളിൽ മൂപ്പ് കഴിച്ചതിന് ശേഷം ഒരു തെയ്യം ഉത്തമന്തിൽ തറവാട്ടിൽ നിന്നും ഒരു തെയ്യം കിഴക്ക് ഭാഗത്തേക്ക് കൂടെ പോകും, ഒരു തെയ്യം റോഡിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടെ പോകും. അങ്ങനെയാണ് ഇന്നത്തെ 16-ാം നാളായിട്ടില്ല നമ്മുടെ പാട്ട് തുടങ്ങുന്നത്. നാളെ ഒരു തെയ്യം കാർമേൽ വെള്ളുറ തറവാട്, അതായത് നമുക്ക് ഫസ്റ്റ് തെയ്യം തുടങ്ങുന്ന സ്ഥലം ത്രാവം 20-ന് തെയ്യം തുടങ്ങുന്ന സ്ഥലത്താണ് നാളത്തെ മൂപ്പ്. അതായത് 17-ാം നാളായിട്ട് വെള്ളൂർ വീട് തറവാട്ടിലും അതുപോലെ കല്ലടി ക്ഷേത്രം, കല്ലടി തറവാട്, ഈ കല്ലടി തറവാട്ടിലും 2 തറവാടുകളിൽ മൂപ്പ് കഴിച്ചതിന് ശേഷം എല്ലാവരെയും പ്രതിനിധീകരിച്ചും കൊണ്ട് തലയനരി ക്ഷേത്രത്തിൽ തെയ്യം പാടും. തലയനരി ക്ഷേത്രത്തിൽ തെയ്യം പാടിയതിന് ശേഷം എല്ലാ സമുദായക്കാരെ വീടുകളിലും തെയ്യം പാടാൻ വേണ്ടിയിട്ട് തുടങ്ങും. മനീഷ് പണിക്കരുടെ മകൻ ധ്യാൻ കൃഷ്ണ, സജേഷ് പണിക്കരുടെ മകൻ ആദിദേവ് എന്നിവരാണ് തെയ്യാട്ടക്കളത്തിലേക്ക് ചുവടുവയ്ക്കാൻ തലപ്പാളി അണിഞ്ഞത്. നിരവധി ഉഗ്രരൂപങ്ങളായ തെയ്യങ്ങൾ കെട്ടിയാടി പട്ടും വളയും ഒപ്പം പെരുമലയൻ സ്ഥാനവും കരസ്ഥമാക്കുന്ന ഓരോ മലയ സമുദായക്കാരായ തെയ്യക്കാരനും ആദ്യം തലപ്പാളി അണിയുന്നത് ഈ കുഞ്ഞിത്തെയ്യം കെട്ടിയായിരിക്കും. നമ്മളെ മലയ സമുദായത്തിൽ തെയ്യം ഫസ്റ്റ് തലപ്പാളി വെക്കുന്നത്, ആദ്യമായിട്ട് തലപ്പാളി വെക്കുന്നത് ഈ വേടൻ തെയ്യത്തിലൂടെയാണ്. അതായത് നമ്മളൊരു അരങ്ങേറ്റം തന്നെയാണ്. ഈ തെയ്യം കെട്ടിയതിന് ശേഷം മാത്രമേ ഒരു തെയ്യം കോലധാരീൻ്റെ താല്പര്യം, അതായത് തെയ്യം കോലം ധരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ 21 ഗുരുവാർമാരെ സങ്കല്പിച്ചിട്ട് തലപ്പാളി ആദ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മളൊരു ശരീരത്തിൽ കെട്ടുവരുന്ന സ്ഥലങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വേദനകൾ, ഇന്ന സ്ഥലത്ത് ഇന്ന വേദനകൾ വരുന്നുണ്ട് എന്നെല്ലാം ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല നമ്മളെ മുഖത്തെഴുന്ന വർണ്ണം, ഈ വർണ്ണം ചില സമയത്ത് വായിലേക്കെല്ലാം ആയിക്കഴിഞ്ഞാൽ അത് ഇറക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഛർദി വരും. അപ്പോൾ ഇത് ഒരു പരീക്ഷണം തന്നെയാണ്. അതായത് നമ്മളെ മുഖത്തിലെ വർണ്ണം നമ്മളെ വായിലേക്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ഉമിനീരിൻ്റെ അപ്പുറം ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഛർദി വരുമോ എന്നാന്നുള്ള എല്ലാം ഇതിലറിയാൻ വേണ്ടി പറ്റും. അതായത് ഒരു കോലധാരീൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഇതിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അന്നൂർ പടിഞ്ഞാറക്കരയിലെ പുത്തലത്ത് നാഗത്തിലും തറവാട്ടിലും ആദ്യം കൊട്ടിപ്പാടിയ ശേഷം അന്തിമഹാകാളി കോട്ടത്തിന് സമീപത്തെ വേലോത്ത് നമ്പിയുടെ തറവാട്ടിലും തുടർന്ന് കുപ്ലേരി തറവാട്ടിലും കെട്ടിയാടിയ ശേഷമാണ് കർക്കിടകോത്തി മറ്റു വീടുകളിലേക്ക് പോകാറുള്ളത്. പാശുപതാസ്ത്രം വരമായി ലഭിക്കാൻ പഞ്ചപാണ്ഡവരിലെ വില്ലാളി വീരൻ അർജുനൻ പരമശിവനെ തപസ് ചെയ്തതും അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ വേടന്റെ വേഷത്തിൽ അർജുനന്റെ മുന്നിൽ ചെല്ലുകയും പലവിധ പരീക്ഷണങ്ങൾ നടത്തി അർജുനന്റെ ശിവഭക്തി മനസ്സിലാക്കി തൽസ്വരൂപം കാണിക്കുകയും അർജുനന് പാശുപതാസ്ത്രം നൽകുകയും ചെയ്യുന്ന പുരാവൃത്തമാണ് ഇവിടെ വേടൻ പാട്ടിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അന്നത്തെ പരമശിവന്റെ കിരാതവേഷ സങ്കല്പത്തിലാണ് വേടൻ കെട്ടിയാടുന്നത്. വേടൻ പാടിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മുതിർന്നയാൾ ഭസ്മം കലക്കിയ ഗുരുസിയെടുത്ത് തിരിയൊഴിഞ്ഞ് അതിലേക്ക് കമിഴ്ത്തിയാണ് ബാധകളെ പുറത്താക്കുന്നത്. രണ്ടാമത്തെ തെയ്യം ആദ്യം അന്നൂരിലെ പേരുകേട്ട തറവാടായ ഉത്തമന്തിൽ പോയ ശേഷമാണ് മറ്റു വീടുകളിലേക്ക് പോവുക. കാസർഗോഡ് ഭാഗത്ത് അർജുന സങ്കല്പത്തിൽ
കോപ്പള സമുദായക്കാരും ആടി അഥവാ പാർവതി സങ്കല്പത്തിൽ വണ്ണാൻ സമുദായക്കാരും കർക്കിടകത്തിൽ കുഞ്ഞിത്തെയ്യമായി ഇറങ്ങാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായ ഒരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം. കുടുംബ സംഗമങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, ഔദ്യോഗിക യോഗങ്ങൾ, കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ, ക്യാമ്പ് ഫയർ, ക്രിയാത്മകമായ ചർച്ചകൾ, പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ്. ഒത്തുചേരാൻ ഒരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം. ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക ഗരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ്. പൂങ്കാവനം ഹോം സ്റ്റേ, ചിന്മയ സ്കൂളിന് സമീപം, അന്നൂർ, പയ്യന്നൂർ. ബുക്കിംഗിനായി ബന്ധപ്പെടുക 9607575416 9447610737.